ശാസ്ത്ര നിരീക്ഷകൻ ഡോക്ടർ രാജഗോപാൽ കമ്മത്തിലേക്ക് കൂടി പോകാം. ശ്രീ രാജഗോപാൽ കമ്മത്ത്, സ്വാഗതം ശ്രീ മലയാളം ന്യൂസിലേക്ക്. വലിയ രീതിയിലുള്ള ഒരു കാലവർഷം തന്നെയാണ് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി തന്നെ നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ ഈ നദികളിലൊക്കെ ഒരു പ്രളയ ഭീഷണിയുമുണ്ട്. അത്തരത്തിൽ ഇനി അങ്ങോട്ടുള്ള കുറച്ച് ദിവസം കൂടി ഇത്തരത്തിലുള്ള ഒരു കാലവർഷം നമ്മൾ പ്രതീക്ഷിക്കണമോ? കഴിഞ്ഞ തവണത്തേക്കാൾ നമുക്കറിയാം കാലവർഷം നേരത്തെയാണ് ഇത്തവണ എത്തിയിരിക്കുന്നത് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. വലിയ രീതിയിലുള്ള ശക്തമായ രീതിയിൽ തന്നെ ഇതൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ടോ? ഈ അടുത്ത 3 ദിവസമാണ്, പ്രത്യേകിച്ച് ഈ അടുത്ത 2 ദിവസം 29-ാം തീയതി വരെ വളരെ നല്ല മഴയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കേരളമെമ്പാടും മലയോര മേഖലയിലും അല്ലുള്ള ഇടനാടിലുമൊക്കെ നല്ല മഴയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം പ്രത്യേകിച്ച് തെക്കൻ ജില്ലകളിലെ മലയോര മേഖലകൾ, പത്തനംതിട്ട, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇടുക്കി, ആ മേഖലകളും പിന്നെ വയനാട്, ഈ 3 മേഖലകളാണ് ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ളത്, നിലമ്പൂർ ഭാഗവും. അപ്പോൾ അത് ഈ 2 ദിവസത്തേക്ക് നല്ല ശക്തമായ മഴ ആ ഭാഗങ്ങളിൽ പ്രതീക്ഷിക്കണം, തുടർച്ചയായിട്ടുള്ള മഴ പ്രതീക്ഷിക്കണം. അത് കഴിഞ്ഞിട്ട് പതിയെ ഇതിന്റെ പ്രഭാവം തെക്കൻ കേരളത്തിലേക്ക് മാറുന്നതായിട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതായത് ഇതിന്റെ ശക്തമായ മഴ തെക്കൻ കേരളത്തിലേക്ക് മാറുന്നു, കുറഞ്ഞു വരും. അതായത് 29-ാം തീയതി 30-ാം തീയതി കഴിയുമ്പോഴേക്കും ഇതിന്റെ ഒരു ഇത്രയും തീവ്രമാകില്ല. ഇതിനേക്കാൾ കുറഞ്ഞ മഴ മാത്രമേ ആ സമയത്ത് ലഭിക്കാനുള്ള ചാൻസ് ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ട്. പക്ഷെ എന്തെങ്കിലും ചെറിയ മഴ പ്രതീക്ഷിക്കാം. ഒരു ഗ്യാപ്പ് ഉണ്ട്, ജൂൺ ആദ്യവാരമൊക്കെ ഒരു ഗ്യാപ്പ് ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. പിന്നീടുള്ള മഴ അതിന്റെ ഇപ്പോഴത്തെ ആ ഒരു പരിണാമം അനുസരിച്ച് മാത്രമേ നമുക്ക് പിന്നീടുള്ള മഴയെക്കുറിച്ച് നമുക്ക് തൽക്കാലം പറയാൻ കഴിയുള്ളൂ. പക്ഷെ ഈ ഒരു പ്രഭാവം അടുത്ത ഒരു 3 ദിവസത്തേക്ക് നമുക്ക് പ്രതീക്ഷിക്കണം. പ്രത്യേകിച്ച് മലയോര മേഖലകളിലുള്ളവരാണ് ഈ സമയത്ത് സൂക്ഷിക്കേണ്ടത്. കാറ്റും വളരെ ശക്തമാകും. കാരണം ഈ ന്യൂനമർദ്ദം ഉള്ളത് കൊണ്ട് കാറ്റിനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. പ്രത്യേകിച്ച് ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദവും പിന്നെ നമ്മളുടെ ഇന്ത്യയുടെ തെക്കൻ ഭാഗത്തെ ആ പ്രത്യേക കാലാവസ്ഥയുടെ പ്രതിഭാസങ്ങളും കാരണം ന്യൂനമർദ്ദവും ഉണ്ടല്ലോ. മഹാരാഷ്ട്രയുടെ തീരത്തൊക്കെ ന്യൂനമർദ്ദവും ഉണ്ട്. അപ്പൊ അങ്ങനെ അത് ഒരു 2-3 ദിവസത്തേക്ക് അതിന്റെ ഒരു ആഘാതമുണ്ട്. അങ്ങനെ വടക്കൻ ജില്ലകളിലും മഴ ലഭിക്കാനായിട്ടുള്ളത്. അപ്പൊ 2 പ്രഭാവങ്ങളാണ് നമ്മുടെ കേരളത്തിലെ മഴയെ ബാധിക്കുന്നത്. ഒന്ന് അറബിക്കടലിലെ ന്യൂനമർദ്ദവും, 2 ബംഗാൾ ഉൾക്കടലില് ശക്തമാകാൻ പോകുന്ന അടുത്ത ന്യൂനമർദ്ദവും. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം ശക്തമാകുമ്പോൾ നമ്മൾ ഏറ്റവും സൂക്ഷിക്കേണ്ടത് മലയോര മേഖലകളിലാണ്. കാരണം ഈ അങ്ങോട്ടേക്കുള്ള കാറ്റ് മഴമേഘങ്ങളെ മലയോര മേഖലകളിൽ എത്തിച്ച് അവിടെ ശക്തമായിട്ടുള്ള മഴ തുടർച്ചയായിട്ട് പെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ വയനാടുള്ള പോലുള്ള കഴിഞ്ഞ വർഷം ഉണ്ടായ പോലുള്ള ഒരു ഇൻസിഡന്റ് തൽക്കാലം പ്രതീക്ഷിക്കേണ്ട. പക്ഷെ മണ്ണിടിച്ചിനുള്ള സാധ്യത കൂടുന്നുണ്ട്. കാരണം വൾണറബിൾ ആയിട്ടുള്ള സ്ഥലത്ത് മണ്ണിടിച്ചിൽ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം അത്രത്തോളം വലിയൊരു മഴ തുടർച്ചയായിട്ട് നമുക്ക് ലഭിച്ചിട്ടില്ല. കഴിഞ്ഞ വർഷം ജൂലൈയിൽ അവസാനം ലഭിച്ച പോലുള്ള മഴ ഇപ്പോൾ കിട്ടുന്നില്ല. പക്ഷെ എന്നിരിക്കലും നമ്മൾ മണ്ണിടിച്ചിൽ സാധ്യത തള്ളിക്കളയാൻ പാടില്ല. പിന്നെ ചെറുകിട ഉരുൾപൊട്ടലുകളും നമ്മൾ തള്ളിക്കളയേണ്ടതില്ല. അത്ര ഒരു അലാമിംഗ് സിറ്റുവേഷൻ അല്ല ഇപ്പോൾ ഉള്ളതെന്ന് പറയുന്നത്. ഈ മരങ്ങൾ ഒടിഞ്ഞു വീഴുന്നതും പോസ്റ്റ് തകരുന്നതൊക്കെയാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. അതാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. ഇപ്പോ തൽക്കാലം ഇപ്പോ വലുതായിട്ട് നമ്മൾ സൂക്ഷിക്കാനേ പറ്റത്തുള്ളൂ. കാരണം ഇപ്പൊ തൽക്കാലം ഒരു പ്രതിരോധ നടപടിയൊന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അതിനുവേണ്ടി ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയം സൂക്ഷിക്കുക എന്നുള്ളത്, യാത്രകൾ ഒഴിവാക്കുക. അതുപോലെ ഈ കണ്ണാടി ജനാലകളൊക്കെ ഉള്ളവര് അത് സൂക്ഷിക്കണം. കാരണം അതടിച്ച് തകരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അത്രത്തോളം ശക്തമായ കാറ്റാണ്. ഇന്നിപ്പോ രാവിലെ എറണാകുളത്ത് വളരെ ശക്തമായിട്ടുള്ള കാറ്റായിരുന്നു. അപ്പോ ഈ ജനാല ചില്ലകൾ, ഇപ്പൊ കുട്ടികളും പ്രായമായവരൊക്കെ ഉണ്ടാവുമല്ലോ, കടുത്തൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ആ ജനാലകൾ അടയ്ക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ അത് ഉറപ്പിച്ചു നിർത്താനുള്ള സംവിധാനങ്ങൾ ചെയ്യുകയോ വേണം. അപ്പം അതാണ് ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ വൈദ്യുത കമ്പികളുടെ കാര്യം ഇപ്പൊ ഗവൺമെന്റിന്റെ ഏജൻസീസ് തന്നെ പറയുന്നുണ്ട്. വൈദ്യുത കമ്പികളൊക്കെ പൊട്ടിവിടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതും സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ മഴ എന്ന് പറയുന്നത് എന്തായാലും നമുക്ക് ഈ വർഷം സ്വാഭാവികമായ മഴയേക്കാൾ കൂടുതൽ ലഭിക്കുമെന്നുള്ളതാണ് നമ്മളിപ്പം കരുതുന്നത്. അപ്പൊ അങ്ങനെയെങ്കിൽ നമുക്ക് ജൂൺ കഴിഞ്ഞിട്ടുള്ള മാസങ്ങളിൽ, ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ നല്ല മഴ നമുക്ക് പ്രതീക്ഷിക്കണം. ഇതിനേക്കാൾ ശക്തമായിട്ടുള്ള മഴയാണ് നമുക്ക് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ പ്രതീക്ഷിക്കേണ്ടത്. ഇപ്പോ നമുക്കറിയാം ബോംബെയിലൊക്കെ നല്ല മഴ പെയ്യുന്നുണ്ട്, ശക്തമായ മഴ. ഇപ്പൊ കഴിഞ്ഞ 1 നൂറ്റാണ്ടിൽ പെയ്ത് മഴയേക്കാൾ ഏറ്റവും കൂടുതൽ റെക്കോർഡ് മഴയാണ് ഇപ്പോൾ അവിടെ പെയ്യുന്നത്.
അപ്പൊ അത്തരത്തിലുള്ള പ്രഭാവങ്ങൾ നമ്മൾ ഇവിടെയും പ്രതീക്ഷിക്കണം. അതായത് ശക്തമായ മഴകൾ നമ്മളിവിടെ പ്രതീക്ഷിക്കണം. അത് പ്രത്യേകിച്ച് നമുക്ക് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് നമുക്കിവിടെ ഇത്രയും ശക്തമായ ഒരു മഴ പ്രതീക്ഷിക്കേണ്ടത്. അപ്പൊ നമുക്ക് മുൻകരുതലുകൾ എടുക്കാനായിട്ട് ധാരാളം സമയമുണ്ട് ഇപ്പോ. കാരണം ഒരു മാസത്തോളം സമയം നമുക്കുണ്ട്. മഴ കുറഞ്ഞു നിൽക്കുന്ന സമയത്ത് എന്തൊക്കെ കരുതൽ നടപടികൾ എടുക്കാമോ അതൊക്കെ എടുക്കേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, കേരളം അനുഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ ആഘാതങ്ങൾ ഉണ്ടായിട്ടുള്ളത് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ്. അപ്പൊ ആ സമയത്ത് നമ്മൾ വളരെയധികം കരുതിയിരിക്കാനായിട്ടുള്ള അല്ലെ മുൻകരുതലുകൾ നമ്മൾ ഇപ്പൊ തന്നെ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ആഘാതം കുറയ്ക്കാനാവും. ആഘാതം ഒഴിവാക്കാൻ പറ്റത്തില്ല. കാരണം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ തുടർച്ചയായിട്ടുണ്ടാകുന്ന ഈ കാലാവസ്ഥാ പ്രതിഭാസങ്ങളെ നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റത്തില്ല. പക്ഷെ ആഘാതം പരമാവധി നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. പിന്നെ അലർട്ടുകൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് വേണ്ടത്. അതായത് ഈ ഗവൺമെന്റ് ഏജൻസീസ് നൽകുന്ന അലർട്ടുകൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. എല്ലാവരും, പൊതുജനങ്ങളെല്ലാം ശ്രദ്ധിക്കണം. ഇപ്പൊ നമ്മുടെ ടെക്നോളജിയൊക്കെ ധാരാളം വികസിച്ചതല്ലേ. നമ്മുടെ കയ്യിൽ തന്നെ നമുക്ക് കൊണ്ടു നടക്കാവുന്ന രീതിയിലുള്ള ഉപകരണങ്ങളുള്ള സ്ഥിതിക്ക് നമുക്ക് അല്പസമയം ചെലവിട്ട് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എന്താണ് നമ്മുടെ ഈ നഗരത്തിലെ ഇന്നത്തെ ഒരു വൾണറബിലിറ്റി എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അത് എല്ലാവരും ശ്രദ്ധിക്കണം. നമ്മൾ പഴയ പോലെ ഒരു കാഷ്വലായിട്ട് പോയാൽ പോരാ. കാരണം ആ കാലഘട്ടമൊക്കെ മാറിപ്പോയി. നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ്. അത് ഓരോരുത്തരും ഇപ്പോൾ അവർ പറയുന്നുണ്ടല്ലോ, അനാവശ്യ യാത്രകൾ ഒഴിവാക്കുക, മലയോര പ്രദേശങ്ങളിൽ പോകാതിരിക്കുക, രാത്രികാല യാത്ര ഒഴിവാക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിച്ച് അത് പാലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആഘാതം ഒരളവ് വരെ നമുക്ക് തീർച്ചയായിട്ടും ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോ അടുത്ത 3 ദിവസത്തേക്ക് എന്തായാലും നമ്മുടെ വൾണറബിൾ ആണ്. കേരളം നല്ല മഴ പ്രതീക്ഷിക്കണം. ഇപ്പോൾ ലഭിച്ച പോലെ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ച പോലെ ഉള്ള മഴ പ്രതീക്ഷിക്കണം. ന്യൂനമർദ്ദം ശക്തമാകുമ്പോൾ മലയോര മേഖലകളിൽ ഉള്ളവർ ശ്രദ്ധിക്കണം. അവിടെ അതിശക്തമായിട്ടുള്ള മഴ പെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പോൾ തുടർച്ചയായിട്ട് പെയ്യാനായിട്ടുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ അറിയാമല്ലോ, നമ്മുടെ മണ്ണിടിച്ചിലും മറ്റു കാര്യങ്ങളും, അത് നമ്മൾ ശ്രദ്ധിക്കണം. അതാണ് ഈ അവസരത്തിൽ നൽകാനുള്ള ഒരു സന്ദേശം. അതാണ് കൃത്യമായി ഈ കാലവർഷത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് ശ്രീ രാജഗോപാൽ കമ്മത്ത് പറഞ്ഞതെന്ന്. വളരെ നന്ദി ഡോക്ടർ രാജഗോപാൽ കമ്മത്ത് പ്രതികരിച്ചതിന്.